യേശു എവിടെയുണ്ടോ അവിടെ ജനം കടന്നു വരും. സ്തോത്രം. ആമേൻ. ജീവന്റെ ഉറവ എവിടെയുണ്ടോ അവിടെ ആത്മാവിൽ ദാഹമുള്ളവർ കടന്നു വരും. നിർജ്ജന പ്രദേശത്ത് വന്ന യേശു ആമേൻ അവിടെ ഇരിക്കുന്ന ജനങ്ങളെ കണ്ടു. ആമേൻ. അവര് വിശക്കുന്ന കാഴ്ച കണ്ടിട്ട് കർത്താവ് ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവരുടെ കയ്യിൽ എന്തില്ല, അതിന് റിസോഴ്സ് ഇല്ല. ആമേൻ. അവിടെ അന്ത്രയോസ് ഒരു കുഞ്ഞിന്റെ കൈ, നമുക്കറിയാവുന്ന കാര്യമാണ്, 5 അപ്പവും 2 മീനും കണ്ടു. ഒരു ചെറിയൊരു ഭാഗം അത് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. കർത്താവ് അതിനെ അങ്ങ് ബ്ലസ് ചെയ്തു. അത് വർദ്ധിക്കാനായിട്ട് തുടങ്ങി. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ചെറുതിനെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താൽ കർത്താവ് തന്നെ വലുതാക്കും. ഇനി ഇത്രയും 5000 പുരുഷന്മാര്, സ്ത്രീകള്, കുഞ്ഞുങ്ങൾ തിന്നെന്തായി? തൃപ്തരായ ശേഷം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ശേഷിപ്പുള്ള കഷ്ണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ ചിന്തിപ്പിച്ചൊരു ദൂതി ഞാൻ പറയാം. ഷെയ്പ്പ്ലെസ് ആയ കുറെ പീസ് അവസാനം വരും. പക്ഷേ കർത്താവ് പറയാ, ആ ഷെയ്പ്പ്ലെസ് ആയ ഒരു പീസ് പോലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാം എന്ത് ചെയ്യണം? ഒരു ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ അനുഗ്രഹിച്ച ഒരു അപ്പത്തിൻ്റെ കഷ്ണം, അതൊരു മൈക്രോ പീസ് ആണെങ്കിലും, ഒരു കൊച്ചു പീസ് ആണെങ്കിലും, അത് ഷെയ്പ്പ്ലെസ് ആണെങ്കിലും ആത്മാവിൽ ഏറ്റെടുക്കണം. അത് മറ്റുള്ളവർ വേസ്റ്റ് ആക്കി ചവിട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് കൽപ്പിക്കുകയാണ്, അതിനെ മടക്കിയെടുക്കുക, അതിനെ റീസ്റ്റോർ ചെയ്യുക. ആമേൻ. നിങ്ങളുടെ ജീവിത ഷെയ്പ്പ്ലെസ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്തോത്രം. എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെയായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ദൈവാത്മാവ് കൽപ്പിക്കുകയാണ്, ഞാനവനെ മടക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്.